അലീന കതക് തുറക്കുമ്പോൾ കാണുന്നത് രോഹിത് ഒരു പെൺകുട്ടിയും കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് കോളേജില്ലേ എന്നൊക്കെ ചോദിച്ചത് അവന് ഇഷ്ടപ്പെടാതെ നീ അതിനെപ്പറ്റി അന്വേഷിക്കാൻ നീ ആരാണ് എന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുകയാണ് രോഹിത്. നീ നിൻ്റെ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ ആർക്കറിയാഞ്ഞിട്ട്, എനിക്കോ അതോ നിനക്കോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല എന്ന് പറയണം. അങ്ങോട്ടേക്ക് മാറി നില്ലടി എന്ന് പറഞ്ഞിട്ട് കതക് തള്ളി തുറന്ന് രോഹിത് അകത്തേക്ക് കയറുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന് എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ കതക് തുറക്കാൻ വന്നതല്ലേ എന്ന് അലീന പറയുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എന്തിനാ ഏത് സമയം ഈ കതക് അടച്ചിട്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാഡം പറഞ്ഞിട്ടുണ്ട്, സാറും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അലീക. ഒരു മാഡം സാറും വന്നേക്കുന്നത് പൊക്കം എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ കൺമുന്നിൽ വന്ന് പോകരുതെന്ന് പറഞ്ഞിട്ട് അലീനയോട് ദേഷ്യപ്പെടുകയാണ്. അലീന അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം റുബിയെ വിളിച്ച് അകത്ത് കയറ്റിയിട്ട് വാതിലടച്ച് കുറ്റിയിടുകയാണ്. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് വാങ്ങിച്ച് സെറ്റിയിൽ വെച്ച ശേഷം ഇതാണ് എൻ്റെ വീടൊക്കെ കാണാം. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അതാണോ ഇവിടുത്തെ സെർവൻറ്റ് എന്ന്. അതെ എന്ന് പറയുമ്പോൾ, കണ്ട സെർവൻ്റാണെന്ന് തോന്നത്തേ ഇല്ല, നല്ല സുന്ദരിയാണല്ലോ, ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഉണ്ടെന്ന് പറയാണ് റൂബി. അപ്പോൾ രോഹിത് പറയുന്നത്, അതാണോ സൗന്ദര്യം, അതൊക്കെ എന്തിനു കൊള്ളാം, നിൻ്റെ മുന്നിൽ അവളൊക്കെ വട്ടപ്പൂജയാണെന്ന് പറഞ്ഞ് റൂബി ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അത് ശരിക്കും റൂബിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീടൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. കിച്ചണും വർക്ക് ഏരിയയും അതുപോലെ ഡൈനിങ് റൂമും അതുപോലെ ലിവിങ് ഏരിയയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂം, കൃഷ്ണയുടെ ബെഡ്റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ മുത്തശ്ശിയുടെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ സാമ്രാജ്യം കാണണ്ടേന്ന് ചോദിക്കുകയാണ്. വേണം, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അപ്സ്റ്റേഴ്സിലാണ്, വാ എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഡോറ് തുറന്നിട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇതൊക്കെ താഴെ നിന്ന് നോക്കി ആകെ സങ്കടപ്പെട്ട് ടെൻഷനായിട്ട് നിൽക്കുകയാണ് അലീന കേട്ടോ. അങ്ങനെ റൂബിയും കൂട്ടിയിട്ട് റൂമിൽ കയറി കതകടക്കുകയാണ് രോഹിത്. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി ജോമോൻ്റെ റൂം ക്ലീൻ ആക്കാനായിട്ട് ചെല്ലുന്നതാണ്. അവിടെയുള്ള ഷെൽഫും മറ്റുമൊക്കെ മാറാലി അടിച്ച് ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. ആ സമയത്ത് ടേബിളിലേക്ക് ചെല്ലുന്നു. ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അവിടെ ജോമോൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ അതെടുത്തിട്ട് അതിൽ ജോമോൻ്റെ പേര് എഴുതുക കേട്ടോ. ജോമോൻ്റെ പേര് ജിജോ എന്നാണ്. ജിജോ എന്ന് അതിലിങ്ങനെ എഴുതിയിട്ട് പിന്നെ അതൊക്കെ മായ്ച്ച് കളയുന്നുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഷെറിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് അതിൽ ആ പൊടിയിൽ തന്നെ ഇങ്ങനെ ഷെറിൻ എന്ന് പേര് എഴുതിയിട്ട് മായ്ച്ച് തുടച്ച് വൃത്തിയാക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ ചുമരിൽ 2 പേരും കൂടിയുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതെടുത്ത് ജിജോ ആൻഡ് ഷെറിൻ എന്നൊക്കെ എഴുതി അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെ വെക്കുകയാണ്. അതേസമയം കാണിക്കുന്നത് രോഹിത്തും അതുപോലെ ആ റൂബിയും തമ്മിലുള്ള സീനുകളാണ്. വളരെ റൊമാൻറ്റിക്കായിട്ട് റൂബി അപ്രോച്ച് ചെയ്യുകയാണ്. രോഹിത്ത് കവളിലൊക്കെ ഇങ്ങനെ മെല്ലെ തലോടി തുടങ്ങുകയാണ്. താഴെ അലീനയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇടയ്ക്ക് മുകളിലേക്ക് നോക്കും, എന്നിട്ട് വീണ്ടും അവിടെ നിൽക്കും. ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. റൂമിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ട് ഒരു ടെൻഷനാണ്. അങ്ങനെ പെട്ടെന്ന് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാൻ നോക്കുമ്പോൾ അത് വേണ്ടാന്ന് വെച്ച് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കാണിക്കുന്നത് രേവതിക്കുട്ടി ജോമോൻ്റെ റൂമൊക്കെ നല്ല വൃത്തിയും വെടിപ്പാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഒരു സ്റ്റൂൾ എടുത്തിട്ട് അതിൽ ജോമോൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉയരത്തിലുള്ള സ്റ്റൂളാണ്, അതിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ചോദിക്കുകയാണ് ഫോട്ടോയിലേക്ക് നോക്കിയിട്ട്, എന്തിനാണ് നേരത്തെ പോയത്, പപ്പയും മമ്മിയും വിഷമിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് കുറച്ച് മെഴുകുതിരിയും ചന്ദനത്തിരിയും ഒക്കെ അതിൻ്റെ മുന്നിൽ കത്തിച്ച് വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാരമില്ല കേട്ടോ, ഇപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ഞാനുണ്ട് എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തിൻ്റെയും റൂബിയുടെയും റൊമാൻസ് ആട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കയ്യിലും ഒക്കെ തലോടെയും റൂബി ഒന്ന് ഒഴിഞ്ഞു മാറിപ്പോവാൻ വീണ്ടും ചെന്ന് കയ്യിൽ തലോടെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവളും അതൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സൈനാണ് കൊടുക്കുന്നത്. മാറിപ്പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റൊമാൻസ് ഇങ്ങനെ കാണിക്കുകയാണ് ഒരു കർട്ടൻ്റെ മറവിലായിട്ട്. ഇതിപ്പോൾ കല്യാണം പാലുകാച്ചൽ കല്യാണം എന്ന് പറഞ്ഞതുപോലെ പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി വീണ്ടും അവിടെ ക്ലീൻ ചെയ്യുന്നതാണ്. അതായത് ആ ഷെൽഫ് തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ കിട്ടുകയാണ്. അത് ഓൺ ആക്കാൻ നോക്കുന്ന സമയത്ത് അത് ഓൺ ആവുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഒരു ചാർജർ കിടപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് ചാർജിലിടുകയാണ് ഫോൺ. പിന്നെ ആ ടേബിളിൽ തന്നെ ആ ഷെൽഫിൽ ആ അലമാരിയിൽ തന്നെ ഒരു ആൽബം കിട്ടുകയാണ്. അപ്പോൾ ആൽബം മറിച്ച് നോക്കണം. അതിൽ ഷെറിനും ജോമോനും തമ്മിലുള്ള കുറേ ഫോട്ടോസായിരുന്നു. പിന്നീട് വീണ്ടും കാണിക്കുന്നത് രോഹിത്തിൻ്റെയും റൂബിയുടെയും റൊമാൻസാണ്. രോഹിത്ത് ഇങ്ങനെ റൂബിയെ ചെയ്യാനായിട്ട് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ മതിലിലേക്കൊക്കെ ചാരി നിർത്തിയിട്ട് പെട്ടെന്ന് കതകിൽ മുട്ടുകയാണ്. അത് കേട്ടിട്ട് അവർ ഞെട്ടി മാറുന്നുണ്ട്. എന്തിപ്പോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ, ആരായിരിക്കും എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ടെൻഷൻ ആവുകയാണ്. റൂബി ആണെങ്കിൽ എവിടെ ഇപ്പോൾ ഒളിക്കുക എന്നുള്ള രീതിയിൽ ഒരു കർട്ടൻ്റെ മറവിൽ മാറി നിൽക്കുകയാണ്. അങ്ങനെ രോഹിത്ത് വാതിൽ തുറക്കുമ്പോൾ അലീനയാണ്. അലീന ഇടയ്ക്ക് റൂമിലേക്ക് നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്, ചായ കാപ്പി അങ്ങനെ വല്ലതും വേണമെന്ന് അറിയാൻ വന്നതാ എന്ന് പറയണം. എന്താ എന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ കേട്ടോ, നിന്നോട് ആരെങ്കിലും ചോദിച്ചു എന്ന് ചോദിക്കുകയാണ്. അല്ല, ഒരു ഗസ്റ്റ് ഉള്ളതല്ലേ, വല്ല ലൈം ജ്യൂസ് വേണമെങ്കിൽ
കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയാണ്. അമ്മയ്ക്കുള്ളത് രാവിലെ കൊടുത്തു എന്ന് പറയാണ് അലീന. അപ്പോൾ പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞ് രോഹിത് അലീനയോട് ദേഷ്യപ്പെടാണ്. ആ സമയത്ത് റൂബി രോഹിത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, രോഹിത് ഇത് മര്യാദകേടല്ലേ? വീട്ടിൽ അച്ഛനും അമ്മയും ആരും ഇല്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടിയെയും വിളിച്ച് വീട്ടിൽ കയറ്റി റൂമിൽ കയറ്റി കതക് അടച്ചിരിക്കുക എന്ന് പറഞ്ഞത് മര്യാദകേടല്ലേ എന്ന് ചോദിക്കുകയാണ് രോഹിത്തിനോട് അലീന. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട് നീ ആരെ ഇതൊക്കെ അന്വേഷിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ മോൻ്റെ അച്ഛനും അമ്മയും ഈ വീട് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അപ്പോൾ ഇത് എനിക്ക് ചോദിക്കാനും പറയാനുള്ള അവകാശം ഉണ്ടോ എന്ന് പറയണം. എന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വീട്ടിൽ ആരുമില്ലേ കൊച്ചെ, ചോദിക്കാനും പറയാനുമായിട്ട് ആരുമില്ലെന്ന് ചോദിക്കുകയാണ് റൂബിയോട്. നീ പൊടി പട്ടി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കുരയ്ക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് രോഹിത് ദേഷ്യത്തിൽ കതക് അടയ്ക്കുകയാണ്. അലീനയാണെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ അലീന വീണ്ടും ഡോറ് തുറക്കാനായിട്ട് ഡോറിൽ മുട്ടാനായിട്ട് പോകുന്നുണ്ടെങ്കിലും പിന്നെ മടിച്ച് താഴേക്ക് ഇറങ്ങി പോവാണ്. അതേസമയം റൂബി രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ആരാ, പിന്നെ ഞാൻ എന്ത് വേണം, അവൾ ഇവിടുത്തെ വെറും സെർവൻ്റ്, അവൾ എന്നെ ഭരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ വേണ്ട എന്നെന്ന് റൂബി പറയുമ്പോൾ അവളോട് പോയി പണിയൊക്കാൻ പറ, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയാണ് രോഹിത്ത്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് വരികയാണ് അലീന. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് മുകളിലേക്ക് നോക്കുന്നു. ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അലീന എന്നെ പറ്റി കൊച്ചി എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. നീ ഇവിടെ വന്നിരുന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുകയാണ്. എന്നെ പറ്റി കൊച്ചി എന്താ കാര്യം പറയുമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് രോഹിതിൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടി എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി ഞെട്ടണേ, അവൻ്റെ മുറിയിൽ മുടി വളർത്തിയ വല്ല ആൺകൊച്ചുങ്ങളായിരിക്കുമെന്ന് പറയുമ്പോൾ അല്ല ഞാൻ പോയി കണ്ട് സംസാരിച്ചതാണെന്ന് പറയാണ് അലീന. അയ്യോ അത് എന്തൊരു വൃത്തികേടാണ്, അത് മോശമല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഹരിയുടെ കൂട്ടുകെട്ടാണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറയണം മുത്തശ്ശി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക കൊച്ചേ, നീ അതങ്ങനെ വിട്ടുകൊടുക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല, പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ, തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ചിന്തിക്കരുത്, നീ അങ്ങനെ ചിന്തിക്കരുത്, നിൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ നീ രക്ഷിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. നീ അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടില്ലേ എന്ന് ചോദിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, നിന്നെ വീട് ഏൽപ്പിച്ചിട്ടല്ലേ വൈജയും ബാലചന്ദ്രനും പോയേക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി, എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ കിടപ്പുകാരിയല്ലേ, നിനക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നീ ബാലചന്ദ്രനെ ഒന്ന് വിളിച്ച് പറ എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ എനിക്ക് അവരുടെ നമ്പറൊന്നും അറിയില്ല എന്ന് പറയാണ് അലീന. ആ കലണ്ടറിലുണ്ട് എല്ലാവരുടെ നമ്പറും ഉണ്ട്, നീ ഒന്ന് പോയി വിളിച്ച് പറ എന്ന് പറയുമ്പോൾ മടിച്ച് നിൽക്കണം. മോളെ ഒന്ന് പെട്ടെന്ന് വിളിച്ച് പറ എന്ന് പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞേക്കണം. അങ്ങനെ അലീന തൻ്റെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വിളിക്കാനായിട്ട് പോകുക കേട്ടോ. ഡോറിൻ്റെ അടുത്ത് നിന്നിട്ടൊന്ന് മടിച്ച് നിൽക്കണം. എന്നിട്ട് തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഇതെനിക്ക് പാരയാകുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ നീ ഒന്ന് വിളിച്ച് പറ, വൈജയും ബാലചന്ദ്രനും ഉണ്ടെങ്കിൽ ഇത് അനുവദിച്ച് കൊടുക്കുമോ, ഇല്ലല്ലോ, ഈ വീട് ഇപ്പോൾ നിൻ്റെ ഉത്തരവാദിത്വത്തിലല്ലേ, അപ്പോൾ നിൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് ആണെങ്കിൽ നീ ഇത് അനുവദിക്കുമോ, ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഒന്ന് വിളിച്ച് പറ എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വിളിക്കാനായിട്ട് ഓടിപ്പോവുകയാണ് അലീന. അങ്ങനെ അലീന ഓടി ചെന്നിട്ട് കലണ്ടർ അന്വേഷിക്കാൻ അങ്ങനെ കലണ്ടറിലുള്ള നമ്പറിൽ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ഒരാൾ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ബാലചന്ദ്രൻ സാറാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയണം. സാറിനൊന്ന് കൊടുക്കൂ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറയണം. അങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് നിൽക്കണം. അപ്പോൾ ഇത് ഇത്രയും കാണിച്ചുകൊണ്ടാണ്, അപ്പോൾ അങ്ങനെ അലീന വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന രംഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ നാളത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റോറി എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി എന്തായാലും കേൾക്കണം. രോഹിത്തിനിട്ട് കിട്ടുന്ന നല്ല മുട്ടൻ പണിയാണ്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേൾക്കണം. ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.